മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതിമുൽ അംബിയ ആയി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കുകയും ഈ ലോകത്തിന്റെ അവസാനം വരെയുള്ള സർവ മനുഷ്യർക്കുമുള്ള ഉസ്വത്തുൻ ഹസന, ഏറ്റവും നല്ല മാതൃകയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുകയും ചെയ്തു. ഇനി ഇവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ ബാധ്യത അവരുടെ ജീവിതത്തിന്റെ സകല മേഖലകളിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു മുസ്ലിമിന്റെ, ഒരു മുഅ്മിനിന്റെ ബാധ്യത, അവൻ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം അടിസ്ഥാനപരമായി രണ്ടു കാര്യങ്ങളാണ്. ഒന്ന് ഇഖ്ലാസ്, ശുദ്ധമായ തൗഹീദിന്റെ ആണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. അതോട് ചേർത്ത് വെച്ച് പ്രഖ്യാപിച്ച രണ്ടാമത്തെ സംഗതി അൽ ഇത്തിബാഅ്, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായി പിൻപറ്റുക എന്നുള്ളതാണ്. നമ്മുടെ ഖിബ്ല വിശുദ്ധമായ കഅബാലയമാണ്. ആ കഅബാലയത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നിസ്കരിക്കുമ്പോൾ വലിയ ഒരു പ്രഖ്യാപനം നമ്മൾ നടത്തുന്നുണ്ട്. ആ പ്രഖ്യാപനം എന്താണ് എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 16-17 മാസക്കാലം തിരിഞ്ഞു നിസ്കരിച്ചിരുന്നത് പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്ന വേളകളിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് കണ്ണുപായിക്കുമായിരുന്നു. കഅബാലയത്തെ, മസ്ജിദുൽ ഹറമിനെ, കഅബാലയത്തെ ഖിബ്ലയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശലോകത്തേക്ക് കണ്ണുപായിക്കുമായിരുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന വന്നു, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, താങ്കൾ ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്ക് തിരിസ്കരിക്കുന്നതിന് പകരം മസ്ജിദുൽ ഹറമിന്റെ ഭാഗത്തേക്ക് തിരിസ്കരിച്ചു കൊള്ളുക. അള്ളാഹുവിന്റെ ഈ കൽപ്പന വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നടപ്പാക്കി കഴിഞ്ഞപ്പോൾ നാട്ടിൽ വലിയ കോലാഹലമുണ്ടായി. ആളുകൾ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. ചില യഹൂദികളും ചില മുനാഫിക്കുകളും ചില മുശ്രിക്കുകളുമായ ആളുകൾ അവർ രംഗത്ത് വന്നു. ഈ മുഹമ്മദിന് ഒരു സ്ഥിരതയുമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദ്ദേഹത്തിന് കുറെ കാലം വടക്കോട്ട് തിരിഞ്ഞ് നിസ്കരിക്കുന്നു, കുറെ കാലം തെക്കോട്ട് തിരിഞ്ഞ് നിസ്കരിക്കുന്നു. ഇനി എപ്പോഴാണ് ഇയാൾ കിഴക്കോട്ട് തിരിയാൻ പോകുന്നത്? ഇങ്ങനെ ഒരു സ്ഥിരതയുമില്ലാത്ത, എങ്ങോട്ടൊക്കെയോ പലതും ചെയ്തു കൂട്ടുന്നത് എന്ന ഒരാളാണ് ഇദ്ദേഹം എന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ചില ആളുകൾ രംഗത്ത് വന്നിട്ട് ആക്ഷേപം ഉന്നയിച്ചപ്പോൾ വിശുദ്ധ ഖുർആൻ അതിനൊരു മറുപടി പറയുന്നുണ്ട്. സയഖൂലു സുഫഹാഉ മിനൻ നാസി മാ വല്ലാഹും അൻ ഖിബ്ലതിഹിം അല്ലതി കാനൂ അലൈഹാ. ചില സുഫഹാഉകളായ, വിഡ്ഢികളായ ആളുകൾ അവർ വന്നിട്ട് ഈ ഖിബ്ലയുടെ കാര്യത്തിൽ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് എന്ന തരത്തിൽ ചോദ്യമുന്നയിക്കുന്നുണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല എടുത്തുദ്ധരിച്ച്, അഥവാ സുഫഹാഉകളായ, വിഡ്ഢികളായ ആളുകളുടെ വിമർശനങ്ങൾ എടുത്തുദ്ധരിച്ചിട്ട് അള്ളാഹു ഇതിന് മറുപടി പറയുമ്പോ ഒരു കാര്യം അള്ളാഹുവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്താണത്? എന്തിനാണ് ഈ ഖിബ്ല മാറിയത്, എന്തിനാണ് ഖിബ്ലയുടെ കാര്യത്തിൽ മാറ്റമുണ്ടായത് എന്ന വിശദീകരണം നൽകുന്ന കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു. അത് മറ്റൊന്നുമല്ല, വമാ ജഅൽനൽ ഖിബ്ലതല്ലതി കുൻത അലൈഹാ ഇല്ലാ ലിനഅലമ മൻ യത്തബിഉർ റസൂല മിമ്മൻ യൻഖലിബു അലാ ഖിബൈഹി. ആരാണ് മുഹമ്മദുർ റസൂലുള്ളയെ പിൻപറ്റുന്നത് എന്ന് അറിയാൻ വേണ്ടി തന്നെയാണ്, ആരാണ് മുഹമ്മദുർ റസൂലുള്ളയെ ഫോളോ ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടി തന്നെയാണ്. റസൂലുള്ള വടക്കോട്ട് തിരിഞ്ഞാൽ വടക്കോട്ട് തിരിയുന്നവരാരാണ്, അതേ നബി തെക്കോട്ട് തിരിഞ്ഞാൽ തെക്കോട്ട് തിരിയുന്നവരാരാണ്, ഇനി ആ പ്രവാചകൻ കിഴക്കോട്ട് തിരിഞ്ഞാൽ കിഴക്കോട്ട് തിരിയുന്നവരാരാണ് എന്ന് കൃത്യമായി അറിയാൻ വേണ്ടി തന്നെയാണ് ഖിബ്ല മാറ്റമുണ്ടായത്. വിശുദ്ധ ഖുർആൻ നൽകുന്ന മറുപടിയാണ്. അവർ റസൂലുള്ള നടക്കുന്നിടത്തേക്ക് നടന്നോണം, ചോദ്യം ചെയ്യാതെ ആ പ്രവാചകനെ പിൻപറ്റിക്കൊള്ളണം. അതാണ് വിശ്വാസികളുടെ ബാധ്യത. മുഅ്മിനിന്റെ അടയാളമായി ഖുർആൻ അതാണ് പറഞ്ഞത്. അതാണ് വിശുദ്ധ ഖുർആനിൽ റബ്ബിനെ കൊണ്ട് സത്യം ചെയ്ത് അല്ലാഹു പ്രഖ്യാപിച്ചത്, ഫലാ വറബ്ബിക് ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും
ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما فلا وربك നിന്റെ റബ്ബിനെ തന്നെയും സത്യം ലാ യുഅ്മിനൂൻ അവർ വിശ്വാസികളാവില്ല നബിയേ ഏതുവരെ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും അവർക്കിടയിൽ ഏതു തരത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായാലും അവർക്ക് ഏത് വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടി വന്നാലും അവരുടെ വിധികർത്താവായി അവരുടെ ജഡ്ജിയായി ഓ നബിയെ അവർ അങ്ങയെ തെരഞ്ഞെടുക്കുന്നത് വരെ അങ്ങയുടെ തീരുമാനത്തിന് വേണ്ടി അവർ കാതോർക്കുന്നത് വരെ ലാ യുഅ്മിനൂൻ അവർ ഒരിക്കലും മുഅ്മിനുകളാവുകയില്ല എന്ന് മാത്രമല്ല താങ്കളൊരു കാര്യം അങ്ങ് നിർദ്ദേശിച്ചാൽ നിങ്ങളൊരു കാര്യം അങ്ങ് പറഞ്ഞാൽ പിന്നെ പിന്നെ അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളില്ല താങ്കളുടെ തീരുമാനത്തോടൊരിക്കലും അവർ വിയോജിപ്പ് കാട്ടുകയില്ല വെറുപ്പ് പ്രകടിപ്പിക്കുകയില്ല വയുസല്ലിമൂ തസ്ലീമാ പൂർണ്ണമായി മനസ്സാ വാചാ കർമ്മണ അങ്ങയുടെ അഭിപ്രായത്തോട് യോജിച്ചു നിൽക്കാതെ അവർക്ക് വിശ്വാസിയാകാൻ കഴിയില്ല എന്നാണ്. ചോദ്യം ചെയ്യപ്പെടാതെ പിൻപറ്റേണ്ട നേതാവ് അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണല്ലോ ഖിബല മാറി മസ്ജിദുൽ ഖുബയിൽ എന്ന് നിസ്കരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ മദീനത്തെ പള്ളിയിൽ കഅബാലയത്തിലേക്ക് തിരിസ്കരിക്കുകയാണ്. ഖുബയിലെ പള്ളിയിൽ ആളുകൾ പഴയതുപോലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് സുബ്ഹ് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് പ്രവാചകന്റെ സമീപത്ത് നിന്ന് ഒരാള് ഓടിച്ചെല്ലുന്നത് ഖുബയുടെ ഭാഗത്തേക്ക്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ കഴിയും. ബൈനൻ നാസു യുസല്ലൂന സുബ്ഹ ഫീ മസ്ജിദി ഖുബ മസ്ജിദ് ഖുബയിൽ ഇതാ ആളുകൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, സുബ്ഹ് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇദാ ജാഅ റജുലുൻ ഫഖാൽ ആ സമയത്ത് ഒരാൾ ചെന്നിട്ട് വിളിച്ചു പറഞ്ഞു ഖദ് ഉൻസില അലൻ നബി ഖുർആനുൻ മുഹമ്മദ് നബിക്ക് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു. വഖദ് ഉമിറ അയസ്തഖ്ബിലൽ കഅബത ഫസ്തഖ്ബിലൂഹാ ഇദാ ആ ഖുർആൻ വചനത്തിൽ വിശുദ്ധമായ കഅബാലയത്തിലേക്ക് തിരിയാനുള്ള കൽപ്പന വന്നിരിക്കുന്നു. ആ സന്ദർഭത്തിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സ്വഹാബത്ത് നിസ്കാരം ഒന്ന് കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് നമുക്ക് ഈ നിയമം നടപ്പാക്കാമെന്ന് തീരുമാനിച്ചില്ല. ഫതവജ്ജഹു ഇലൽ കഅബ അവർ നിന്ന നിപ്പിൽ അങ്ങനെ ആയത്ത് വന്നു, റസൂലുള്ളാഹിക്ക് നിർദ്ദേശം വന്നു എന്ന് കേട്ടപ്പോൾ ആ നിസ്കാരത്തിൽ തന്നെ അവിടെ വെച്ചുകൊണ്ട് തന്നെ അവർ കഅബാലയത്തിലേക്ക് തിരിഞ്ഞു എന്നാണ്. അന്നഹും കാനൂ റുകൂഅൻ എന്ന് റിപ്പോർട്ടിൽ കാണാം. ആ സമയത്ത് അവർ റുകൂയിലായിരുന്നു എന്നാണ്. റുകൂയിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റ് എത്തിയിട്ട് നമുക്ക് തിരിയാമെന്ന് അവർ തീരുമാനിച്ചില്ല. റുകൂയിൽ നിന്ന് തന്നെ അവർ തിരിഞ്ഞു എങ്ങോട്ട്? ഇലൽ ഖിബല വിശുദ്ധമായ കഅബാലയത്തിലേക്ക് എന്നാണ്. ഇതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദുർ റസൂലുള്ളാഹിയുമായുള്ള ബന്ധം. അത് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഏതെങ്കിലും കുറച്ച് മണിക്കൂറുകളിൽ പ്രകടമാകുന്ന ഒന്നല്ല. ഒരു വർഷത്തിലെ ഏതാനും മണിക്കൂറുകളിൽ പ്രകടമാകുന്ന ഒന്നല്ല. ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി മുഅ്മിനുള്ള ബന്ധം നേരെ മറിച്ച് അണഞ്ഞ ബന്ധമാണ്. അത് ഉറക്കിലും ഉണർവിലും നടത്തിലും ഇരിപ്പിലും അതുപോലെ തന്നെ കിടപ്പിലും സംസാരത്തിലും ക്രയവിക്രയങ്ങളിലും അവന്റെ ആചാരങ്ങൾ എന്തൊക്കെയുണ്ടോ, അവന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയുണ്ടോ, അവന്റെ ഇടപാടുകൾ എന്തൊക്കെയുണ്ടോ അവിടെയെല്ലാം ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഉറ്റ ബന്ധം, അണഞ്ഞ ബന്ധം സ്വീകരിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ മുഅ്മിൻ എന്ന് പറഞ്ഞത്. ആ തരത്തിലാണ് നമുക്ക് ബന്ധമുണ്ടാകേണ്ടത്. ആ റസൂലുള്ളാഹിയുമായി ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന പ്രവാചകനിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്ന ഒരു സെക്കൻഡ് പോലും ഉണ്ടാകാൻ പാടില്ല. പ്രവാചകനുമായി ഒരു മുഅ്മിൻ അകന്നു പോവുകയോ ഒരു പ്രവാചകനുമായി ഒരു വിശ്വാസി വിട്ടുപോവുകയോ അങ്ങനെ വിട്ടുപോകാവുന്ന സാഹചര്യങ്ങൾ ഉണ്ട്. അതെന്താണ്? നബി പഠിപ്പിച്ചതിന് പകരമായി ഇത്തിബാഇന് പകരമായി ഇബ്തിദാ എന്ന് മനുഷ്യർ കൊണ്ടുവന്നോ, എന്ന് ആളുകൾ സ്വീകരിച്ചോ, അന്ന് റസൂലുള്ളാഹിയുമായുള്ള ബന്ധം വിട്ടുപോകും. മുഹമ്മദ് റസൂലുള്ളാഹിയുമായുള്ള ബന്ധം വിട്ടുപോകും. ഹബീബുമായുള്ള ബന്ധം വിട്ടുപോകും. അതാണ് നബി പറഞ്ഞത് അന ഫറതുകും അലൽ ഹൗദ്. മുത്തനബിയുടെ പ്രത്യേകത ലോകത്തുള്ള ലക്ഷോപലക്ഷം വിശ്വാസികൾ, കൊടാനക്കൊടി വിശ്വാസികൾ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നെഞ്ചേറ്റിയവരാണ്, ഖൽബിലേറ്റിയവരാണ്. ഈ രൂപത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജനകോടികൾ നെഞ്ചിലേറ്റി എന്ന് മാത്രമല്ല, ഇവിടെ വരാനുള്ള സർവ്വ മനുഷ്യരെയും സർവ്വവിശ്വാസികളെയും സ്നേഹിച്ച വ്യക്തിത്വമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ റസൂൽ ഒരിക്കൽ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞത്, എനിക്കെന്റെ ഇഖ്വാനുകളെ കാണാൻ കൊതിയായി, എന്റെ ഇഖ്വാനുകളെ കാണാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹം എന്റെ കൽബിൽ തുടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് 14 നൂറ്റാണ്ടുകൾക്കപ്പുറം ലോകത്തിന്റെ നേതാവ് തന്റെ അനുചരന്മാരോട് പറയാണ്. സ്വഹാബത്ത് നബിയോട് ചോദിച്ചു, അലസ്നാ ഇഖ്വാനുനാ യാ റസൂലല്ലാഹ്,
ഞങ്ങളല്ലേ നിങ്ങളുടെ ഇഖ്വാനികൾ, ഞങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ആരെ കാണാനുള്ള കൊതിയാണെന്ന് പ്രകടിപ്പിക്കുന്നത് എന്ന് റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് നബിയോട് ചോദിച്ചപ്പോ നബി പറഞ്ഞു, അന്തും അസ്ഹാബുന, നിങ്ങൾ എന്റെ സ്വഹാബികളല്ലയോ? എന്റെ ഇഖ്വാനുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ജനിക്കാതിരിക്കുന്ന വിശ്വാസികളാണ്. അവരെന്നെ കണ്ടിട്ടില്ല, എന്നെ അവർ ദർശിച്ചിട്ടില്ല, പക്ഷെ അവർ എന്നിൽ വിശ്വസിക്കുന്നവരാണ്, എന്നിൽ ഈമാനുള്ളവരാണ്, എന്നെ സത്യപ്പെടുത്തുന്നവരാണ്. അവരിവിടെ ജനിച്ചിട്ടില്ല, ഞാൻ പോയതിനു ശേഷം വഫാത്തായതിനു ശേഷം ജനിക്കാനിരിക്കുന്നവരാണ് എന്റെ ഇഖ്വാനുകൾ, അവരെ എനിക്ക് കാണാൻ കൊതിയായി എന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞപ്പോ സഹാബികൾ ചോദിച്ചു, നബിയെ, അവരെ നിങ്ങൾ ഇനി കാണുക, ലോകാവസാനം കഴിഞ്ഞു, ഖിയാമത്ത് നാളിൽ എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന നാളിലല്ലേ അവരെ കാണാൻ കഴിയുള്ളൂ. ഈ ലക്ഷോപലക്ഷം മനുഷ്യർ, ആദം നബി മുതൽ ഇങ്ങോട്ടുള്ള ആളുകൾ എല്ലാവരും മഹ്ശറയിൽ ഒരുമിച്ച് കൂടുന്ന ആ അവസ്ഥയിൽ അവരെ നിങ്ങൾ എങ്ങനെ തിരിച്ചറിയും? നിങ്ങളുടെ ഇഖ്വാനുകളാണ് എന്ന് എങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, കുറെ കറുത്ത കുതിരകൾ നിൽക്കുന്നതിനിടയിൽ കൈകാലുകൾ വെളുത്ത ഒരു കുതിര നിന്നാൽ തിരിച്ചറിയാൻ വല്ല പ്രയാസവും ഉണ്ടാകുമോ? കുറെ കറുത്ത കുതിരകൾ ഇങ്ങനെ നിലനിൽക്കുകയാണ്, അതിനിടയിൽ കൈകാലുകൾ വെളുത്ത ഒരു കുതിര നിന്നാൽ തിരിച്ചറിയാൻ വല്ല പ്രയാസവും ഉണ്ടാകുമോ എന്ന് സഹാബികളോട് റസൂൽ ചോദിക്കുമ്പോ സഹാബത്ത് പറയാൻ, നബി, അത് വേഗം തിരിച്ചറിയാൻ കഴിയും. ഉടൻ തന്നെ നബി പറഞ്ഞു, ഇതുപോലെയാണ് എന്റെ ഉമ്മത്ത് നാളെ ഖിയാമത്ത് നാളിൽ വരിക. അവരുടെ വുളൂഇന്റെ അവയവങ്ങൾ ഇങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കും. ആ പ്രകാശിക്കുന്നത് കാണുമ്പോൾ ഞാൻ എന്റെ ഇഖ്വാനുകളെ തിരിച്ചറിയുമെന്ന് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നെ കാണാൻ കൊതിച്ച റസൂല്, നിങ്ങളെ കാണാൻ കൊതിച്ച റസൂല്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം ലോകാവസാനം വരെ വരുന്ന മുഅ്മിനുകളെ കാണണമെന്ന് ആഗ്രഹിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലാ പറഞ്ഞത്, നാളെ മഹ്ശറിൽ നിങ്ങൾ വരുമ്പോ അന ഫറത്തുക്കും അലൽ ഹൗൽ, നിങ്ങളെ കാത്ത് ഞാൻ ഉണ്ടാകും. ഞാൻ എവിടെയാണെന്ന് അന്വേഷിച്ച് നിങ്ങൾ പരക്കം പായണ്ട, നിങ്ങൾക്ക് ഞാനൊരു ലാൻഡ്മാർക്ക് പറഞ്ഞു തരാം. എന്നെ അന്വേഷിക്കുന്നവർ എന്നെ തേടി വരേണ്ടത് ഹൗദുൽ കൗസറിന്റെ സമീപത്തായിരിക്കണം. അന ഫറത്തുക്കും അലൽ ഹൗൽ, നിങ്ങളെ കാത്ത് ഞാൻ അവിടെ നിൽപ്പുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ആ സന്ദർഭത്തിൽ ആ അവസ്ഥയിലുണ്ടാകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നബി പറഞ്ഞത്, ഞാൻ എങ്ങനെ എന്റെ അണികളെ നോക്കി നിൽക്കുമ്പോ കാർമേഘ കൂട്ടം പോലെ വലിയൊരു സംഘം, ആ സംഘം ആളുകൾ എന്റെ നേരെ അന്ന് ആനയിക്കപ്പെടും. ഞാൻ അവർക്ക് സ്വാഗതം പറയും, മർഹബയ്യ ഉമ്മത്തി, മർഹബയ്യ ഉമ്മത്തി. മുഹമ്മദ് റസൂലുള്ളാഹിയുടെ പ്രത്യേകത അതാണ്. അന്ന് മഹ്ശറയുടെ പ്രത്യേകത, എല്ലാവരും അവനവന്റെ കാര്യം നോക്കുന്ന ദിവസമാണ്. ഖുർആൻ പറഞ്ഞല്ലോ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. ഒരു മകനും ഉപ്പയെ ചോദിക്കാത്ത ദിവസം, ഒരു മകനും ഉമ്മയെ ചോദിക്കാത്ത ദിവസം, ഒരു ഭാര്യയും ഭർത്താവിനെ ചോദിക്കാത്ത ദിവസം, ഒരു മാതാപിതാക്കളും മക്കളെ ചോദിക്കാത്ത ദിവസം, അമ്പിയാക്കൾ പോലും യൗമ യദ്ഉ ആദമു വ അംബിയാ നഫ്സി 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 നഫ്സിയാ. ആദം നബി മുതൽ ഈസാ അലൈഹിസ്സലാം വരെയുള്ള പ്രവാചകന്മാർ പോലും എന്റെ കാര്യം, എന്റെ നഫ്സ് എന്ന് ആലോചിച്ച് വിഷമിച്ച് പകച്ചു നിൽക്കുന്ന ദിവസം, യൗമ യദ്ഉ ഖൈറു ഖൽഖിൽ അംബിയാ ഉമ്മത്തി യാ ഉമ്മത്തി യാ ഖൗമി യാ ഖൈറുൽ ബരിയ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നാളിൽ പോലും വിളിക്കുന്നത് ഉമ്മത്തി 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 എന്നാണ്. അതുകൊണ്ട് തന്നെ ഹൗദുൽ കൗസറിന്റെ സമീപത്ത് നിൽക്കുന്ന പ്രവാചകൻ കാർമേഘ കൂട്ടം പോലെ തങ്ങളുടെ അടുക്കിലേക്ക് വരുന്ന ആ ജനക്കൂട്ടത്തെ കാണുമ്പോൾ റസൂൽ സ്വാഗതം ചെയ്യും. എങ്ങനെയാ സ്വാഗതം ചെയ്യുന്നത്? മർഹബൻ 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 അഹ്ലൻ വസഹ്ലാ. നബി എങ്ങനെ സ്വാഗതം ചെയ്യുമ്പോൾ പെട്ടെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ആ ജനസഞ്ചയത്തിനും മുഹമ്മദ് റസൂലുള്ളാഹിക്കും ഇടയിൽ മറയിട്ട് കളയുന്ന വേളയിൽ അല്ലാഹുവിനോട് ലോകത്തിന്റെ നേതാവ് പറയാണ്, യാ റബ്ബി ഉമ്മത്തി, യാ റബ്ബി ഉമ്മത്തി, എന്റെ റബ്ബേ, എന്റെ ഉമ്മത്താണല്ലോ അത്, എന്റെ ഉമ്മത്താണല്ലോ അത് എന്ന് റബ്ബിനോട് മുഹമ്മദ് റസൂലുള്ളാഹി ഹൗദുൽ കൗസറിന്റെ സമീപത്ത് വെച്ച് തേടുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് കൊടുക്കുന്ന മറുപടി, നബിയെ, താങ്കൾക്ക് അവരെ അറിഞ്ഞുകൂടാ, ഇന്നകലാ തദ്രി, ഇന്നകലാ തദ്രി, അവരെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, മാ അഹദതു ബഅദക്, താങ്കളുടെ കാലഘട്ടത്തിനു ശേഷം, താങ്കൾ വഫാത്തായതിനു ശേഷം എന്തൊക്കെ പുതുനിർമ്മിതികളാണ്, എന്തെല്ലാം ഇബ്തിദാഉകളാണ്, എന്തെല്ലാം ബിദ്അത്തുകളാണ് അവർ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന വിവരം നബിയെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. താങ്കൾ പോയതിനു ശേഷം താങ്കൾ പഠിപ്പിച്ചൊരു നിലപാടുണ്ട്, താങ്കൾ സ്വീകരിച്ചിട്ടുണ്ട്. താങ്കൾ ഒരു മാസം എങ്ങനെ ആചരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, വിശ്വാസം എങ്ങനെയെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, ആചാരം എങ്ങനെയെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, അനുഷ്ഠാനം എങ്ങനെയെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് മാറ്റിവെച്ചവർ അവരുടെ നിലപാട് അവർ തീരുമാനിച്ച് അവരുണ്ടാക്കി. അങ്ങനെ പുതിയ വാദങ്ങൾ കടത്തിക്കൂട്ടിയവരാണവർ.
താങ്കളുടെ ദീൻ വികൃതമാക്കിയവരാണവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിയോട് പറയുമ്പോ ഉടൻ തന്നെ പ്രവാചകൻ അവരോട് പറയുന്ന ഒരു വാചകമുണ്ട്, സുഹ്കൻ സുഹ്കൻ ലിമൻ ഗയ്യറ ബഅദി, സുഹ്കൻ സുഹ്കൻ ലിമൻ ബദല ബഅദി. കാരുണ്യത്തിന്റെ പ്രവാചകൻ ആ ജനക്കൂട്ടത്തെ നോക്കി പറയുന്ന വാചകമാണ് സുഹ്കൻ സുഹ്ക, വിദൂരം വിദൂരം, അകന്നു പോകൂ അകന്നു പോകൂ. ലിമൻ ഗയ്യറ ബഅദി ലിമൻ ബദല ബഅദി, എന്റെ കാലശേഷം ഇതിനെ മാറ്റിമറിച്ചവനെ വിദൂരം എന്ന് പറഞ്ഞ റസൂലുള്ളാഹ് അവരുമായുള്ള ബന്ധം വിച്ഛേദിച്ചു കളയുമെന്ന് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ നമുക്ക് താക്കീത് നൽകുകയാണ്. എന്താ പറഞ്ഞത്? ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അയ്യുസീബഹും ഫിത്നതുൻ ഔ യുസീബഹും അദാബുൻ അലീം. സൂറത്തുൻ നൂറിലെ 63-ാമത്തെ ആയത്താണ്. ഫൽയഹ്ദർ, സൂക്ഷിച്ചുകൊള്ളുക, കരുതിയിരുന്നു കൊള്ളുക. അല്ലദീന യുഖാലിഫൂന അൻ അംരിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശങ്ങൾക്കെതിരെ ചെയ്യുന്നവർ കരുതിയിരുന്നു കൊള്ളുക. അംതുസീബഹും ഫിത്ന, അവരെ ബാധിക്കാനുള്ള വലിയ കുഴപ്പമുണ്ട്, ഫിത്നയുണ്ട്. ഔ യുസീബഹും അദാബുൻ അലീം, അതല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ അവരെ പിടിപെടാനുള്ളത് അവർ കരുതിയിരുന്നു കൊള്ളുക. എന്താണ് ഈ പറഞ്ഞ ആയത്തിന്റെ ആശയം? എന്താണ് ഈ പറഞ്ഞത്? അള്ളാഹു പഠിപ്പിച്ചത് എന്താ? മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാ, ആരാ മാലിക് ഇമാം? ഇമാമു ദാരിൽ ഹിജ്റ, മദീനത്തെ പള്ളിയിൽ ഇരുന്ന് ദർസ് നടത്തിയ മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാ. ഇമാം ശാഫിഈ റഹിമഹുല്ലയുടെ ഉസ്താദായ ഇമാം മാലിക് റഹിമഹുല്ലാ, അദ്ദേഹത്തിന് അടുക്കൽ ഒരാൾ വരികയാണ് ഒരു സംശയം ചോദിക്കാൻ. എന്താണ് അദ്ദേഹം സംശയം ചോദിക്കുന്നത്? അതേ, മാലിക് ഇമാമിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യാ അബാ അബ്ദുല്ലാ, ഒരു ചോദ്യമുണ്ട്, ഒരു സംശയമുണ്ട്. ഉരീദു അൻ ഉഹ്രിം, എനിക്ക് ഇഹ്റാം കെട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഫമൻ ഐന ഉഹ്രിം, എവിടുന്നാണ് ഞാൻ ഇഹ്റാം കെട്ടുക? എവിടുന്നാണ് ഞാൻ ഇഹ്റാം കെട്ടേണ്ടത്? ആ സന്ദർഭത്തിൽ മാലിക് ഇമാം പറഞ്ഞു, അഹ്രിം മിൻ ദുൽഹുലൈഫ, ദുൽഹുലൈഫയിൽ നിന്നല്ലേ റസൂലുള്ളാഹി ഇഹ്റാം കെട്ടിയത്? അതുകൊണ്ട് തന്നെ നിങ്ങൾ പോയിട്ട് ദുൽഹുലൈഫയിൽ നിന്ന് ഇഹ്റാം കെട്ടണം. ആ സന്ദർഭത്തിൽ ഇദ്ദേഹം പറയാണ്, അതൊക്കെ ശരിയാണ്, വലാകിന്നി ഉരീദു അൻ ഉഹ്രിമ മിനൽ മസ്ജിദിൻ നബവി, ഞാൻ മസ്ജിദുൻ നബവിയിൽ തന്നെ ഇഹ്റാം കെട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദുൽഹുലൈഫയിൽ പോയിട്ട് ഇഹ്റാം കെട്ടുന്നതിന്, അത്രയും പോയി ഇഹ്റാം കെട്ടുന്നതിന് ഞാൻ മസ്ജിദുൻ നബവിയിൽ നിന്ന് തന്നെ ഇഹ്റാം കെട്ടും എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ മഹാനായ മാലിക് ഇമാം പറഞ്ഞു, ലാ തഫ്അൽ, അങ്ങനെ ചെയ്യരുത്. കാരണം റസൂലുള്ള അവിടെ നിന്നാണല്ലോ ദുൽഹുലൈഫിൽ ഇഹ്റാം കിട്ടിയത്. പിന്നെ അത് മറികടന്നിട്ട് ഇവിടുന്ന് ഇഹ്റാം കിട്ടും എന്ന് വാശി പിടിക്കുന്നതിനാ? ലാ തഫ്അൽ, നിങ്ങളത് ചെയ്യരുത്. അപ്പൊ ഇദ്ദേഹം പറയാണ്, എന്താ പറയുന്നത്? അതിപ്പോ ഇഹ്റാം കിട്ടിയാൽ എന്താ? മസ്ജിദ് നബവിയിൽ ഇഹ്റാം കിട്ടിയാൽ എന്താ? മഹാനായ മാലിക് ഇമാം പറഞ്ഞു, നീ അവിടെ നിന്ന് ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ നീ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ നിന്റെ മേൽ ഫഇന്നി അഖ്ശാ അലൈക്കൽ ഫിത്ന, താങ്കളുടെ മേൽ ഒരു ഫിത്ന വരുന്നതിനെ ഞാൻ ഭയപ്പെടുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഫഇന്നി അഖ്ശാ അലൈക്കൽ ഫിത്ന, നിങ്ങൾ ഫിത്നയിൽ അകപ്പെടുന്നതിനെ ഞാൻ ഭയപ്പെടുന്നുണ്ട്. അപ്പൊ ഇയാൾ ചോദിക്കുകയാണ്, വായു ഫിത്ന തിൽക്ക്, ഞാൻ അങ്ങനെ ചെയ്താൽ എന്ത് ഫിത്ന വരാനാ? എന്ത് ഫിത്ന വരുന്നത് പേടിക്കണം മാത്രമല്ല, ഇന്നമാഹിയ ഖുതുവാത്തുൻ, അത് ഞാൻ കുറച്ചു കാലടികൾ ഇഹ്റാം കെട്ടിയ അവസ്ഥയിൽ കുറച്ച് കൂടുതലല്ലേ ചെയ്യുന്നുള്ളൂ. കുറച്ച് കൂടുതൽ കാലടികൾ കൂടി ഇഹ്റാം കെട്ടിയ അവസ്ഥയിൽ കിട്ടുന്നല്ലേ. ഇവിടുന്ന് ദുൽഹുലൈഫയിൽ ചെയ്യുന്നതിനേക്കാൾ ഉപരി ഇവിടുന്ന് തന്നെ ഇഹ്റാം കെട്ടിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കാലടികൾ കൂടുതൽ പ്രതിഫലാർഹമായി കിട്ടല്ലേ ചെയ്യുന്നുള്ളൂ. മഹാനായ മാലിക് ഇമാം അദ്ദേഹത്തോട് ചോദിച്ചു, നീ നേരത്തെ ചോദിച്ചില്ലേ എന്ത് വലിയ ഫിത്നയാണ്, എന്ത് ഫിത്ന ഇതുകൊണ്ടുണ്ടാകാനുള്ളതെന്ന് ചോദിച്ചില്ലേ? വഅയ്യു ഫിത്ന അഅ്ളമു മിൻ അൻ തദുന്ന അന്നക സബഖത ഇലാ ഖൈർ ലം യസ്ബിഖ് ഇലൈഹി റസൂലുള്ളാഹ്, റസൂലുള്ള മുന്നിട്ടിട്ടില്ലാത്ത ഒരു നന്മ, റസൂല് ചെയ്യാത്തൊരു നന്മ അത് നിനക്ക് കിട്ടുന്നു എന്ന് നീ ചിന്തിച്ചാൽ അതിലും വലിയ ഏത് ഫിത്നയാണോ നിനക്ക് വരാനുള്ളത്? നബിക്ക് കിട്ടിയിട്ടില്ലാത്തൊരു ഖൈറ് അത് നീ നേടാൻ ശ്രമിച്ചാൽ അതിനേക്കാളും വലിയ ഏത് ഫിത്നയാണ് നിനക്ക് വരാനുള്ളത് എന്ന് പറഞ്ഞിട്ട് മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് ആയത്ത് ഓതി കൊടുക്കുകയാണ്, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അം തുസീബഹും ഫിത്നതുൻ ഔ യുസീബഹും അദാബുൻ അലീം. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂർ 63-ാമത്തെ ആയത്ത്. വലിയ പാഠമാണിത്. ഒരാൾ മസ്ജിദുൻ നബവിയിൽ നിന്ന് ഇഹ്റാം കെട്ടിയാൽ എന്താ സംഭവിക്കുക? ആകാശം ഇടിഞ്ഞു വീഴുമോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. നബി ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്ന ആളുണ്ട് നമ്മുടെ നാട്ടിൽ. നബിക്ക് കിട്ടാത്തൊരു പുണ്യം, റസൂല് നേടാത്തൊരു പുണ്യം, പ്രവാചകന്റെ സ്വഹാബത്ത് അവർക്ക് ലഭിക്കാത്തൊരു പുണ്യം എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ ഏത് ഫിത്നയാണോ ഉള്ളത്? നബിയെ ഞാൻ മുൻകടക്കുകയോ സഹാബികളെ ഞാൻ മുൻകടക്കുകയോ? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളുകളെക്കാൾ ഈ പാവപ്പെട്ടവരും ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ മുൻകടക്കുകയോ?
അവരെ മുൻകടക്കാൻ നമുക്ക് എന്തധികാരം? അവരെ മുൻകടക്കാൻ എന്തധികാരം? അതുകൊണ്ട് വളരെ കൃത്യമാണ് മുൻഗാമികളുടെ നിലപാട്. ആരും ഓവർടേക്ക് ചെയ്യണ്ട, ആരും മുൻകടക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു. ഓരോന്നും കിടക്കുന്നത് മുതൽ, ഇരിക്കുന്നത് മുതൽ, നടക്കുന്നത് മുതൽ, സംസാരിക്കുന്നത് മുതൽ, വേഷാലങ്കാരം മുതൽ, ഏതെല്ലാം നിർബന്ധ ഘടകങ്ങളുണ്ടോ, ഫർദുകളുണ്ടോ, സുന്നത്തുകളുണ്ടോ, മാത്രമല്ല ഖിലാഫുൽ ഔലയുണ്ടോ, അത് മുഴുവനും റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചിട്ടാ പോയത്. അതിനെ നമ്മൾ മറികടക്കേണ്ടതില്ല. മഹാനായ സഈദ് ഇബ്നു മുസയ്യബ്, ആരാദ്ദേഹം? താബിആൻ, പ്രസിദ്ധ താബിആൻ. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, അവ്വലു വഖ്ത് എന്ന് പറഞ്ഞാൽ 20 വർഷക്കാലം അദ്ദേഹത്തെ ഒരു ജമാഅത്തിൽ മുൻകടന്ന ഒരാൾ ഉണ്ടായിട്ടില്ല എന്നാണ്. നിസ്കാരത്തിൽ അദ്ദേഹത്തെ മുൻകടന്ന ഒരാൾ 20 കൊല്ലം ഉണ്ടായിട്ടില്ല എന്നാണ്. കാര്യം, ഒരു നിസ്കാര സമയത്തിന്റെ അവ്വലു വഖ്തിൽ ആദ്യമായി പള്ളിയിൽ 1-ാം സഫിൽ നിൽക്കുന്ന ആളാണ് മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരിക്കൽ പള്ളിയിൽ വന്നു, നിസ്കരിച്ചു. സുബഹിന് മുമ്പ് നിസ്കരിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഒരാൾ പള്ളിയിൽ കയറി വന്നു. ബാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അയാൾ വന്ന് ആദ്യം 2 റക്അത്ത് നിസ്കരിച്ചു, അവിടെ ഇരുന്നു. പിന്നെയും എഴുന്നേറ്റ് പിന്നെയും നിസ്കരിച്ചു, അവിടെ ഇരുന്നു. പിന്നെയും നിസ്കരിച്ചു, അവിടെ ഇരുന്നു. മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ലാ തഫ്അൽ, മേലാൽ ഇങ്ങനെ ചെയ്തു പോകരുത്, മേലാൽ ഇങ്ങനെ ചെയ്തു പോകരുത്. കുഫ് അനിസ്വല, കേറി വന്നപ്പോ 2 റക്അത്തില്ലേ, അത് മതി, മേലാൽ ഇങ്ങനെ ചെയ്തു പോകരുത്. ഇത് കേട്ടപ്പോ ഈ വന്നയാള് ചോദിച്ചു, യാ അബാ മുഹമ്മദ് അവ യുഅദ്ദിബുനില്ലാഹു അലാ സ്വല, നിസ്കരിച്ച അല്ലാഹ് എന്നെ ശിക്ഷിക്കോ? ഞാനിപ്പോ ആദ്യം 2 റക്അത്ത് നിസ്കരിച്ചു, പിന്നെ നിസ്കരിച്ചു, നീ പറയുന്നത് ലാ തഫ്അൽ, ഇങ്ങനെ ചെയ്യരുത് എന്നാണ്. ഇയാൾ ചോദിക്കാൻ, നിസ്കരിച്ചാൽ അല്ലാഹ് എന്നെ ശിക്ഷിക്കോ? മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, നിസ്കരിച്ചതിന്റെ പേരിൽ അല്ലാഹു നിന്നെ ശിക്ഷിക്കൂല. വലാകിൻ യുഅദ്ദിബുക അലാ തർക്കി സുന്നഹ, നിന്നെ അല്ലാഹ് ശിക്ഷിക്കാൻ പോകുന്നത് റസൂൽ പഠിപ്പിച്ച ചര്യക്കെതിരെ ചെയ്തതിന്റെ പേരിലാണ്, നിസ്കരിച്ചതിന്റെ പേരിലല്ല. അല്ലാഹ് നിന്നെ ശിക്ഷിക്കാൻ പോകുന്നത് അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ചര്യക്കെതിരെ ചെയ്തതിന്റെ പേരിലാണ്. മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ഇത് വലിയ പാഠമാണ്, നമുക്ക് വലിയ പാഠമാണ്. ഇങ്ങനെ ഓരോ ഉലമാക്കളും മുൻകഴിഞ്ഞു പോയവർ വളരെ കൃത്യമായി നമുക്കത് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ വിഷയം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇത് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കാൻ കാരണം, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിരവധി ദുരാചാരങ്ങൾ നബിയുടെ പേരിൽ നടക്കുന്ന മാസമാണ്. റബീഉൽ അവ്വലാണ്. റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞ് നബി ചെയ്തില്ല, സ്വഹാബത്ത് ചെയ്തില്ല, താബിഈകൾ ചെയ്തില്ല, തബഉ താബിഈകൾ ചെയ്തില്ല, പക്ഷെ ഞങ്ങളത് ചെയ്യും എന്ന് വാശിയോടെ നിരവധി പ്രവാചകൻ വിരോധിച്ച കാര്യങ്ങൾ പോലും ഈ മാസത്തിൽ പ്രവാചകന്റെ പേരിൽ കൊണ്ടുവന്ന് നടത്തുന്ന ആളുകൾ ഈ ഇസ്ലാമിന്റെ അടിസ്ഥാനം തിരിച്ചറിയണം. അതല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചോദിക്കുന്ന പോലെ, നബിയെ സ്നേഹിച്ചതിന്റെ പേരിൽ ഞങ്ങളെ അല്ലാഹ് ശിക്ഷിക്കോ? റസൂലുള്ളാഹിയോട് ഹുബ്ബ് വെച്ചതിന്റെ പേരിൽ ഞങ്ങളെ അല്ലാഹു ശിക്ഷിക്കോ? ഇല്ല. റസൂലുള്ളാഹിയെ സ്നേഹിച്ചതിന്റെ പേരിൽ ആരെയും അല്ലാഹ് ശിക്ഷിക്കില്ല. പക്ഷേ ആ റസൂല് പഠിപ്പിക്കാത്ത ചര്യകൾ ആ റസൂലിന്റെ പേരിൽ ആരെങ്കിലും കൊണ്ടുവന്ന് നടപ്പാക്കിയാൽ, അതിന്റെ പേരിൽ പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തിനെ ഉപേക്ഷിച്ചതിന്റെ പേരിൽ, ബിദ്അത്ത് നടപ്പാക്കിയതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ശിക്ഷയെ കരുതിയിരിക്കുക എന്ന റബ്ബിന്റെ താക്കീദിനെ ഓർത്തുവെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നെഞ്ചിലേറ്റാൻ, ആ ഹബീബിന്റെ ചാരത്ത് നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ജീവിക്കാൻ നമുക്കും നമ്മുടെ കൂട്ടുകുടുംബാദികൾക്കും ബന്ധുജനങ്ങൾക്കും സ്നേഹിതന്മാർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുസ്ലിമീന അജ്മഈൻ വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ച് തഖ്വയോടെ ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. റബ്ബുൽ ആലമീനായ അള്ളാഹു അതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നാം മനസ്സിലാക്കുന്നത് പോലെ നമ്മുടെ രാജ്യം വലിയ പ്രതിസന്ധികൾ നിറഞ്ഞൊരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. ഈ സന്ദർഭത്തിൽ നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രം ഇന്ത്യയിലെ ഓരോ പൗരന്മാരുടേതുമാണ്. ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് എന്ത് സവിശേഷതയുണ്ടോ, എന്ത് പ്രത്യേകതകളുണ്ടോ, ആ പ്രത്യേകതകൾ തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഒരു നാടൻ തട്ടുകട നടത്തുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യനുമുള്ളത്. അയാൾ വിചാരിച്ചാൽ ഭാവിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാം. എന്ന് പറഞ്ഞാൽ, നാട്ടിൽ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ നാളെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ യോഗ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യ രാജ്യത്ത് എന്ത് തരത്തിലുള്ള അവകാശങ്ങൾ ആഗ്രഹിക്കുന്നു അത് മുഴുവനും ആഗ്രഹിക്കാനും അതുപോലെ തന്നെ ജീവിക്കുവാനും സ്വാതന്ത്ര്യമുള്ളവരാണ് ഇന്ത്യയിലെ ഓരോ പൗരന്മാരും. അതുകൊണ്ട് തന്നെ രാജ്യത്ത് പുതിയ പുതിയ നടപടിക്രമങ്ങളോ രാജ്യവിരുദ്ധമായ നിലപാടുകളോ
അല്ലെങ്കിൽ ഭരണഘടനാപരമായ നിയമങ്ങളോ ഒക്കെ വരുമ്പോ ശക്തമായി സംസാരിക്കാനും പ്രതിരോധിക്കാനും ഒക്കെ അവകാശമുള്ളവരാണ് ഇന്ത്യയിലെ ഓരോ മനുഷ്യരും. ഈ സന്ദർഭത്തിൽ ഇത് പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ കാരണം, നമുക്കറിയാം വഖഫുമായി ബന്ധപ്പെട്ട കുറച്ച് അമൈൻമെന്റുകൾ നമ്മുടെ നാട്ടിൽ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. പ്രത്യക്ഷത്തിൽ നോക്കിയാൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നും. ഉദാഹരണമായി പറഞ്ഞാൽ, പുതിയ അമൈൻമെന്റ് പ്രകാരം ഒരാൾ മുസ്ലിം ആണെങ്കിൽ അയാൾക്ക് മാത്രമേ വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു മുസ്ലിമിന് മാത്രമേ വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെയല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. പ്രത്യക്ഷത്തിൽ വലിയ കുഴപ്പമില്ല എന്ന് തോന്നും. അപ്പോ ഇതുവരെ ആർക്കും വഖഫ് ചെയ്യാമായിരുന്നു, ഏതൊരാൾക്കും മുസ്ലിം ആകണമെന്ന് നിയമമൊന്നുമില്ല. നേരെ മറിച്ച് മുസ്ലിം അല്ലാത്ത ഒരാൾക്കും വഖഫ് ചെയ്യാമായിരുന്നു. അത് അമൈൻമെന്റിലൂടെ മാറ്റി ഒരു മുസ്ലിമായ ആൾക്ക് വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ, അത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് എന്ന ഒരു ഭേദഗതി വരുമ്പോൾ പ്രത്യക്ഷത്തിൽ ഒരു ഉപദ്രവം ഇല്ല എന്ന് തോന്നും. യഥാർത്ഥത്തിൽ വലിയ അപകടമാണ് അതിന്റെ പിന്നിൽ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മുടെ രാജ്യത്തുള്ള പല വഖഫ് സ്വത്തുക്കളും വഖഫ് ചെയ്തത് മുസ്ലിമീങ്ങൾ മാത്രമല്ല, ഒരുപാട് മുസ്ലിങ്ങൾ വഖഫ് ചെയ്ത ഭൂമി നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. മാത്രമല്ല അത്തരത്തിൽ വഖഫ് ചെയ്യുന്ന ആളുകളുണ്ട്. അത് ഈ ഒരു നിയമം അമൈൻമെന്റിലൂടെ നടപ്പാക്കി കഴിഞ്ഞാൽ ഒരുപാട് സ്വത്തുക്കൾ അതിന്റെ പേരിൽ, വഖഫ് സ്വത്തുക്കൾ അതിന്റെ പേരിൽ നിയമപ്രശ്നങ്ങളിലേക്ക് കൊണ്ടിടാൻ വേണ്ടി ഉള്ള ബോധപൂർവമായ വളരെ കണ്ണിങ്ങായ ഒരു ഇടപെടലാണതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊന്നാണ്, വഖഫ് ബോർഡിൽ മുസ്ലിങ്ങൾ മാത്രം എന്നത് മാറ്റി രണ്ട് മുസ്ലിമീങ്ങളെ, മുസ്ലിം അല്ലാത്തവരെ കൂടി അതിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്ന ആശയം. ഇങ്ങനെ പ്രത്യക്ഷത്തിൽ നിന്നിട്ട് നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ പുതിയ അമൈൻമെന്റുകൾ കൊണ്ടുവന്ന് ഈ രാജ്യത്തുള്ള വഖഫ് എന്ന് പറഞ്ഞാൽ ചെറുതല്ലത്, നമ്മുടെ രാജ്യത്തിന്റെ സ്വത്തിൽ വലിയ ഒരു കണക്ക് വരുന്ന ഒന്നാണ്. ഇൻഷാ അല്ലാഹ് അത് സംബന്ധിച്ച വിശദമായ പഠനങ്ങളും അതുപോലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പുറകിൽ വരുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. ഈ രൂപത്തിൽ പുതിയ വക്രമായ ശൈലിയിലൂടെ വഖഫ് സ്വത്തുക്കളെ അതിനെ പ്രതിസന്ധിയിലേക്കും പ്രയാസത്തിലേക്കും നീക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമുണ്ട്. വഖഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നന്മയ്ക്കു വേണ്ടി ഒരാൾ മൻഅ ചെയ്തിടുന്ന സ്ഥലത്തിന്, വസ്തുവിന് പറയുന്ന പേരാ വഖഫ് എന്ന് പറഞ്ഞാൽ. അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ ആരുടെ പേരിലും അവകാശമില്ലാതെ അത് അള്ളാഹുവിന്റെ റബ്ബിന്റെ സ്വത്താക്കിയിട്ട് നന്മകൾ അതുവഴി ജനങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും കൊടുക്കുന്ന സ്വത്തിനാണ്, വസ്തുവിനാണ് വഖഫ് എന്ന് പറയുന്നത്. അത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും, നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകം മുഴുവനും സമൂഹത്തിന്റെ നന്മയ്ക്കു വേണ്ടിയുള്ള ഇസ്ലാമികമായ ഒരു നിലപാടാണ്. അത് കൃത്യമായി ലോകത്ത് നടപ്പാക്കപ്പെട്ടിട്ടുണ്ട്, രാജ്യത്ത് നടപ്പാക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ നിയമങ്ങൾ ഇവിടെയുണ്ട്. അത് അമൈൻമെന്റ് ചെയ്തുകൊണ്ട് അതിനെ ദുർബലപ്പെടുത്തുകയും ഈ രാജ്യത്തുള്ള മുസ്ലിം ഉമ്മത്തിനെ ഒരു പ്രതിരോധത്തിൽ എപ്പോഴും നിർത്തുക എന്നുള്ള ഹിഡൻ അജണ്ടയുടെ ഭാഗമായി കൊണ്ട് ഇത്തരം നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും സ്വയം ഉണർന്നുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കുകയും നമ്മുടേതായ അവകാശം നമ്മുടെ ശബ്ദത്തിലൂടെ, നമ്മുടെ ഇടപെടലുകളിലൂടെ, അതുപോലെ തന്നെ നിയമ നടപടികളിലൂടെ അതിനു വേണ്ടതെല്ലാം നമ്മൾ നിർവഹിക്കൽ നമ്മുടെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എല്ലാ ആളുകളും മനസ്സുകൊണ്ട്, ശരീരം കൊണ്ട്, ചിന്ത കൊണ്ട്, നിയമം അറിയുന്ന ആളുകൾ നിയമപരമായി, അതുപോലെ തന്നെ രാഷ്ട്രീയ സ്വാധീനമുള്ള ആളുകൾ രാഷ്ട്രീയമായി, എഴുതാൻ അറിയുന്നവർ എഴുതിക്കൊണ്ട്, സംസാരിക്കാൻ അറിയുന്നവർ പ്രസംഗിച്ചുകൊണ്ട് നമ്മുടെ ശബ്ദം മുഴക്കുകയും ഈ അമൈൻമെന്റുകൾ, പുതിയ ഈ വക്രമായ അമൈൻമെന്റുകൾക്കെതിരെ ശക്തമായി ശബ്ദിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അതോടൊപ്പം തന്നെ ചില ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഹിഫ്ളിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, 14 വയസ്സേ ഉള്ളൂ, അദ്ദേഹം ചില പ്രയാസങ്ങൾ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്. നിങ്ങൾ ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിയുടെ എല്ലാവിധ പ്രയാസവും ദൂരീകരിക്കുമാറാകട്ടെ. കൂടുതൽ ആഫിയത്തോടെ ജീവിതത്തിലേക്ക് മടങ്ങി അള്ളാന്റെ ഖുർആൻ പഠിച്ച് മനസ്സിലാക്കി അത് സമൂഹത്തിന് എത്തിച്ചു കൊടുക്കാൻ അല്ലാഹു ആ വിദ്യാർത്ഥിക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സഹോദരൻ നമ്മിൽ നിന്ന് യാത്ര പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹുവിന്റെ ഖബറിടത്തിൽ ഏറ്റവും സുഖകരമായ അവസ്ഥ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയും അവരുടെയും ഖബറിടങ്ങൾ അള്ളാഹു സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ചവർ, ഒരുപാട് കഷ്ടപ്പെട്ടവർ, കരഞ്ഞവർ, ദുആ ചെയ്തവർ, നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഉപ്പയെയും ഉമ്മയെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സന്താനങ്ങളെ അല്ലാഹു സ്വാലിഹീങ്ങളാക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു വിധിച്ചിട്ടുള്ള പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ അത് ഏറ്റവും നല്ല നിലയിൽ, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട നിലയിൽ അതിനെ തരണം ചെയ്യാൻ റബ്ബ് നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. കടങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, കഷ്ടതകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ കൂട്ടുകുടുംബാദികളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ വഅജ്ർ വാലിദീന മിനൻ നാർ. റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين.